നിലത്തുറപ്പിച്ചു വെച്ചു. സണ്ണി സിഗരറ്റ് ആഞ്ഞു വലിച്ച് പുക പുറത്തേക്ക് വിട്ടിട്ട് പറഞ്ഞു, പ്രേതം, മണ്ണാങ്കട്ട. വീണ്ടും സിഗരറ്റ് ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് പുക വിട്ടുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഒരു പ്രേതമുണ്ടെങ്കിൽ ഇപ്പോ ഈ നിമിഷം എന്റെ മുന്നിൽ വരണം. ഉഫ്. ഊതിവിട്ട പുക മെഴുകുതിരിയുടെ മുകളിലായി പടർന്നു നിന്നു. പെട്ടെന്ന് അവിടെ ചോരയുടെ ഒരു ഗന്ധമുണ്ടായി. ദൂരെ ഒരു കുറുനരിയുടെ ഓരിയിടൽ കേട്ടു. പെട്ടെന്ന് ചെവികൾ പൊട്ടുന്ന തരത്തിൽ ഇടിമിന്നലോടെ കരണ്ട് വന്നുപോയി നിന്ന നേരത്ത് ആ പുകയുടെ ഉള്ളിൽ നിന്ന് ഒരു കറുത്ത ഭീകരമുഖം സണ്ണിക്ക് നേരെ വന്ന് അലറി. ചുവന്ന കണ്ണുകൾ, വളർന്നിറങ്ങിയ തെറ്റയിൽ രക്തക്കറ പുരണ്ടിരിക്കുന്നു. നീളമുള്ള വല്ലാത്തൊരു നാക്ക്. അതിന്റെ അലർച്ചയിൽ മരവിച്ചു പോയിരുന്നു സണ്ണി. മറ്റുള്ളവർ ഞെട്ടിത്തെറിച്ച് ഓരോ മൂലയിൽ തെറിച്ചു വീണു. ഒരു 20 സെക്കൻഡ് നീണ്ടുനിന്ന ആ ദൃശ്യം പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോയി. ചെറിയ ഒരു ഇടിമിന്നൽ വീണ്ടും ഉണ്ടായി. പൊടുന്നനെ കരണ്ട് വന്നു. എല്ലാവരുടെയും കണ്ണുകൾ സണ്ണിയിലായിരുന്നു. ഫുൾ തണ്ണിയിലായിരുന്ന സണ്ണി എല്ലാരെയും ഒന്ന് നോക്കി പറഞ്ഞു, പ്രേതം ഉണ്ടിട്ടാ. ഇത് പറഞ്ഞ് ദേ കിടക്കുന്ന ബോധം കെട്ട് നിരത്ത്. അവരെല്ലാവരും കൂടി സണ്ണിയെ എടുത്ത് ഒരു വശത്ത് കിടത്തി ഒപ്പം പേടിയോടെ ഇരുന്നു. സഞ്ജീവ് അപ്പോഴും ചിന്തയിലായിരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? പക്ഷെ ഈ സമയത്തെല്ലാം പുറത്ത് കനത്ത ഇടിയും മിന്നലും ഒപ്പം ശക്തമായ മഴയും തകർത്ത് പെയ്തുകൊണ്ടേയിരുന്നു. ഇരുളടഞ്ഞ രാത്രിയിൽ ചോരക്കൊതിയോടെ പകയുടെ കനൽ കണ്ണുകൾ ചുവപ്പിച്ച് ഒരു രക്തരക്ഷസിനെ പോലെ ആർത്തു ചിരിച്ചുകൊണ്ട് ആ മഴയിൽ കുതിർന്ന രാത്രി ഒരാളെ കൊല്ലുവാനായി ബോൾഗവില്ല തയ്യാറായി കഴിഞ്ഞിരുന്നു. ആരായിരിക്കും ആ ഒരാൾ? മഴയൽപ്പം ശമിച്ച നേരം. രാത്രിയുടെ നിശബ്ദതയിൽ മഴത്തുള്ളികൾ വീഴുന്ന ശബ്ദവും ചീവീടുകൾ കരിയുന്ന ശബ്ദവും മാത്രം. എല്ലാവരും നല്ല ഉറക്കമാണ്. പെട്ടെന്ന് പുറത്തുനിന്ന് ഒരു സ്ത്രീ അലറിക്കരിയുന്ന ഒരു ശബ്ദം. അത് കേട്ട് സണ്ണി ഞെട്ടി ഉണർന്നു. ചുറ്റും ഇരുട്ടായിരുന്നു. നല്ല പേടിയുണ്ടെങ്കിലും ഹാളിൽ നിന്ന് പുറകിലേക്ക് പോയി ഒരു ജനൽ തുറന്നാൽ ശബ്ദം കേട്ട സ്ഥലം വ്യക്തമായി കാണാൻ സാധിക്കും. സണ്ണി മെല്ലെ എണീറ്റു. വീണ്ടും എല്ലാരെയും നോക്കി. എല്ലാരും നല്ല ഉറക്കമാണ്. ആരെയും വിളിക്കാതെ എന്തായാലും താൻ കേട്ട ശബ്ദം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ സണ്ണി തീരുമാനിച്ചു. അടുത്തിരുന്ന ടോർച്ച് ലൈറ്റ് എടുത്ത് സണ്ണി മെല്ലെ മെല്ലെ മുന്നോട്ട് നടന്നു. ആ ഹാളിന്റെ ഉള്ളിൽ ഘടികാരത്തിന്റെ ഒച്ച മാത്രമായിരുന്നു അപ്പോൾ. നടന്ന് നടന്ന് ജനലിന്റെ അടുത്തായി എത്തിയ സണ്ണി അവിടെ നിന്ന് തന്നെ ജനൽ തുറക്കാൻ തുടങ്ങിയതും വല്ലാത്ത ഒരു അലർച്ചയും അലമുറയിട്ട് കരയുന്ന ഒരു സ്ത്രീ ശബ്ദവും വീണ്ടും വളരെ അടുത്തായി കേട്ടു. പേടി കാരണം കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. സണ്ണി മെല്ലെ ആ ജനലിന്റെ കുറ്റിയെടുത്ത് അത് പതുക്കെ തുറന്നു. ദൂരെ ഒരു മരം മാത്രമായിരുന്നു സണ്ണിക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം കൊടുംകാറ്റും ആഞ്ഞു വീശി. ടോർച്ചടിച്ചു നോക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞിരുന്നില്ല. അത് ഓണായി വരുന്നില്ല. അപ്പോഴും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടുകൊണ്ടേയിരുന്നു. വിയർത്തു കുളിച്ച സണ്ണി മുഖം തുടച്ചുകൊണ്ട് വീണ്ടും പുറത്തേക്ക് നോക്കി. ദൂരെ ആ മരത്തിന്റെ ചുവട്ടിൽ മിന്നലടിച്ച വെളിച്ചത്തിൽ സണ്ണി കണ്ടു കറുത്തിരുണ്ട ഒരു സ്ത്രീരൂപം. അത് തറയിലിരുന്നു കൊണ്ട് കൈകൾ നിലത്തടിച്ചുകൊണ്ട് അലറി അലറി കരിയുകയാണ്. സണ്ണി അതിനെ നോക്കി നിന്നതും ആ വിചിത്രമായ രൂപം സണ്ണിയെ നോക്കി. ചുവന്ന കണ്ണുകളിൽ തീ പടരുന്നതായി സണ്ണിക്ക് തോന്നി. തൊണ്ടയിൽ ജലമില്ലാതെ വരളുന്ന അവസ്ഥ. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. അങ്ങ് ദൂരെയായിരുന്ന രൂപം ജനലിന്റെ മുന്നിൽ സണ്ണിയുടെ മുന്നിലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അലറി വിളിച്ചു. ഒരു നിമിഷം അതിന്റെ ഭീകരരൂപം സണ്ണി നോക്കി നിന്നു. വാ തുറന്ന് സഹായത്തിന് വിളിക്കാൻ കഴിയാതെ സണ്ണി നിസ്സഹായനായി നിന്നു. ആ രൂപം അപ്പോഴേക്കും സണ്ണിയുടെ കഴുത്തിൽ പിടിമുറുക്കിയിരുന്നു. ഒരിറ്റു ശ്വാസത്തിനായി മുറവിളി കൂട്ടിയ സണ്ണിയെ ആ രൂപം ആ ഹാളിലേക്ക് വലിച്ചെറിഞ്ഞു. അലറിക്കൊണ്ട് ചാടി എണീറ്റു സണ്ണി അപ്പോൾ ആ ഘടികാരത്തിൽ നിന്ന് 6 മണി നാദം മുഴങ്ങിക്കേട്ടു. സണ്ണി സ്വന്തമായി കഴുത്തിൽ കൈവച്ച് ഒരു പരിശോധന നടത്തി. എന്താണ് സംഭവിച്ചത്? ഹോ, സ്വപ്നമായിരുന്നോ എല്ലാം? ഞാൻ ആരെയാണ് കണ്ടത്? എന്താണ് നടന്നത്? ഒന്നും മനസ്സിലായില്ല. സണ്ണി ഒന്നുകൂടെ എണീറ്റ് ചെന്ന് ആ ജനൽ തുറന്നു നോക്കി. തലേന്നു പെയ്തൊഴിഞ്ഞ മഴ നൽകിയ മൂടൽമഞ്ഞിൽ ലയിച്ചു നിൽക്കുകയാണ് പ്രകൃതി. സണ്ണി ദീർഘശ്വാസം എടുത്തുകൊണ്ട് തിരിഞ്ഞതും പെട്ടെന്ന് അനൂപ് പുറകിൽ. സണ്ണി, അയ്യോ. അനൂപ്, യോ എന്താടാ പുല്ലേ?
സണ്ണി: രാവിലെ തന്നെ പുറകിൽ വന്ന് നിന്നുകൊണ്ട് ആളെ പേടിപ്പിക്കുന്നോടാ തേണ്ടി. അനൂപ്: നീ അവിടെ ആരെ നോക്കി നിന്നത് എന്ന് അറിയാനല്ലേ ഞാൻ വന്ന് നോക്കിയത്. സണ്ണി: ശവം, മനുഷ്യനെ പേടിപ്പിക്കാൻ. ദേ അളിയ, ഞാൻ പോകേണ്. എനിക്കിനി വയ്യ ഇവിടെ താമസിക്കാൻ. എന്നും ദുഃഖവും ദുരിതവും മാത്രം, പോരാഞ്ഞിട്ട് കുറെ കിറുക്ക് സ്വപ്നവും. അനൂപ്: നീ വിഷമിക്കാതിരിക്കടാ, എല്ലാം ശരിയാവും. സണ്ണി: എല്ലാം സഹിക്കാം. പട്ടിണിയായിരുന്നു ഇന്നലെ. അതിനെന്താണ് പരിഹാരം ഇനി? അനൂപ്: അത് ഇന്നലെ മഴയത്ത് ആ മത്തായച്ചന് വരാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടല്ലേ. സണ്ണി: ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് വല്ല ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോവാമെന്ന്. കോപ്പിലൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആളെ കൊല്ലിക്കാൻ. ചേടാ, ഒരു സമാധാനം ഇല്ലടേ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി സോഫയിൽ വന്നിരുന്നു. വിവേക്: ആ അളിയ, ഗുഡ് മോർണിംഗ്. വാ, കാലത്തെ 2 റൗണ്ട് വ്യായാമം ചെയ്തിട്ട് വരാം. സണ്ണി: ഡേ, ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടിപ്പോകും. കാലത്തെ തന്നെ എനിക്ക് നിന്നെ തെറി വിളിക്കാൻ വയ്യ. നീ ഒന്ന് പോയേ പണ്ടാര. അനൂപ്: എടാ ഉവ്വേ, നീ എന്തിനാണ് അവനെ കുറ്റം പറയുന്നത്? നിനക്ക് വിശക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പം മത്തായച്ചൻ വേഗം ഇങ്ങെത്തും. അതിനു മുമ്പ് ഒന്ന് വ്യായാമം ചെയ്ത് ബോഡി ഹീറ്റാക്കിയാൽ ഒരു കുളി പാസ്സാക്കാം. എന്നിട്ട് വരുമ്പോ ഫുഡ് എത്തും. സണ്ണി: ഞാനെങ്ങുമില്ല. വിവേക്: നിന്നോടൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അളിയ. അനൂപേ, തൂക്കടാവനെ. അനൂപ്: പിന്നല്ല, എണീറ്റ് വാടാ മടിയ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് സണ്ണിയെ തൂക്കിയെടുത്തുകൊണ്ട് അവർ പുറത്തെ സിറ്റ് ഔട്ടിൽ ഇറങ്ങി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അനൂപ് പറഞ്ഞു: അളിയോ, വർക്കൗട്ട് നമുക്ക് ലോട്ടറി അടിച്ച പോലെ ആയി എന്നാ തോന്നുന്നേ. സണ്ണി: അതെന്നാടാ? അനൂപ്: നിങ്ങ രണ്ടും ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. അവർ എല്ലാം കൂടി പുറത്തേക്ക് നോക്കി. അപ്പോൾ തേയിലത്തോട്ടത്തിലെ തൊഴിലാളികളായ സ്ത്രീകൾ വളരെ അത്ഭുതത്തോടെ അവരെ നോക്കുന്നു. ഇത് കണ്ട വിവേക്: ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്താൽ നല്ലതാണെന്ന്. സണ്ണി: മോനെ വിവേകെ, ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും ഇപ്പൊ അഭിമാനം തോന്നടാ. അനൂപ്: എന്നാലും ഇത്ര അത്ഭുതപ്പെട്ട് നോക്കാൻ ഇവിടെ എന്താണുള്ളത്? വിവേക്: എന്റെ ഈ ബോഡി കണ്ടാൽ ഏത് പെണ്ണാടാ പുല്ലേ നോക്കാത്തത്? അനൂപ്: നീയാരാണ്, സണ്ണി ചേച്ചിയാണ്? വിവേക്: അതെന്താ? അനൂപ്: ദേ ഇങ്ങോട്ടും കൂടെ നോക്കിക്കേ, കുറെ ആളുകൾ, അതും ആണുങ്ങൾ, ദേ നിന്ന് നോക്കുന്നു. സണ്ണി: എന്തുവാടോ ഇങ്ങോട്ട് തന്നെ നോക്കുന്നേ? ഇവിടെ എന്നാ സിനിമ പിടുത്തം നടക്കുവാണോ? ആൾക്കൂട്ടത്തിലൊരാൾ: കുഞ്ഞേ, നിങ്ങൾ പുറത്തേക്കിറങ്ങി മുകളിലേക്ക് നോക്കിയേ. സണ്ണി: പുറത്തിറങ്ങി മുകളിൽ നോക്കാനോ? അനൂപ്: അവിടെ എന്താണിനി? വിവേക്: ഞാൻ എന്റെ നിക്കർ നനച്ചിട്ടിരുന്നു, ഇനി അതെങ്ങാനും. സണ്ണി: ഉവ്വ, വാ നോക്കാം. അനൂപ്: എന്താണോ ആവോ ഇവന്റെ നിക്കറിന് ഇത്രയും ഫാൻസാ. സണ്ണി: എവിടെ? ഇവിടെ എങ്ങും ഒരു കുന്തവുമില്ല. വിവേക്: ഇവനൊക്കെ മഴവെള്ളം തലയിൽ വീണ് കിളി പറന്ന. അനൂപ്: എന്റെ അമ്മോ, യോ. സണ്ണി: എന്താടാ? വിവേക്: എന്താടാ? അനൂപ് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് ബംഗ്ലാവിന്റെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് കണ്ട അവരും അലറി വിളിച്ചു: സഞ്ജീവേട്ടാ, വിജയേ, ഓടി വരണേ. ഉറക്കത്തിൽ കിടന്ന അവർ ഈ അലറിവിളി കേട്ട് ഞെട്ടി ഉണർന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പുറത്തേക്കിറങ്ങി ഓടിയിറങ്ങി ചെന്നവർ കണ്ടത് മുറ്റത്തെ തറയിൽ ബോധം പോയിരിക്കുന്ന സണ്ണിയെയും തലയിൽ കൈവച്ചിരിക്കുന്ന വിവേകിനെയും അനൂപിനെയുമാണ്. സഞ്ജീവ്: എന്താടാ മക്കളെ പറ്റിയത്? വിവേക്: സഞ്ജീവേട്ടാ, ഇങ്ങ് പുറത്തോട്ട് ഇറങ്ങി വാ. ഇത് കേട്ടപാടെ സഞ്ജീവും വിജയും പുറത്തേക്ക് അവരുടെ അടുത്തായി ഇറങ്ങി ഓടിച്ചെന്നു. വിജയ്: എന്താടാ, കാര്യം പറ. പേടികൊണ്ട് മുഖം താഴ്ത്തിക്കൊണ്ട് കൈ മുകളിലേക്ക് ചൂണ്ടി വിവേക് ആ പേടിപ്പെടുത്തുന്ന കാഴ്ച അവരെ കാണിച്ചു കൊടുത്തു. അത് കണ്ട് അവരും ഞെട്ടിത്തരിച്ചു നിന്നുപോയി. വോൾഗ വില്ല വില്ലനായ നിമിഷമായിരുന്നു അത്. നിഗൂഢതകൾ ഉള്ളിലൊതുക്കി വെച്ച് ഒരു ഭീകര രൂപിയായി നിൽക്കുന്ന ആ വലിയ ബംഗ്ലാവിന്റെ മുറ്റത്ത് ചുരുളഴിയാത്ത ചോദ്യങ്ങൾ കൊണ്ട് മൂടിയ മനസ്സുമായി കണ്ട കാഴ്ചയുടെ ഷോക്കിൽ നിന്ന് മാറാതെ അവർ 4 പേരും കോരിത്തരിച്ചു നിന്നുപോയി. അവർ കണ്ട കാഴ്ച അതിഭയാനകമായിരുന്നു. സഞ്ജീവും വിജയും നോക്കി ബംഗ്ലാവിന്റെ മുകളിലായി ഒരു ഇരുമ്പ് കമ്പിയിൽ പകുതി അടർന്നുപോയ മുഖത്തോടെ ചോരയിൽ കുളിച്ച് ഒരു ശവം തൂങ്ങിക്കിടക്കുന്നു. ചുറ്റും കാക്കയും പരുന്തുമൊക്കെ പറക്കുന്നു. മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോകുന്ന അവസ്ഥയിലായിരുന്നു ആ കാഴ്ച. സഞ്ജീവ് തന്റെ കൈകൊണ്ട് വിജയുടെ തോളിൽ പിടിച്ചു. ആരായിരിക്കും? വിജയ്: അറിയില്ല. സഞ്ജീവ്: നമ്മൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ഇതെങ്ങനെ സംഭവിച്ചു? വിജയ്: അറിയില്ല ചേട്ടായി. സഞ്ജീവ്: ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടി വരും? അനൂപ്: ചേട്ടായി, ആ വേഷം കണ്ടിട്ട് അത് മത്താച്ചനെ പോലെ ഇല്ലേ?
അപ്പോഴാണ് ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത്. സഞ്ജീവ്: ശരിയാണ്. വിജയ്: അപ്പൊ ഇന്നലെ മത്തായച്ചൻ ഇവിടെ വന്നിരുന്നോ? സഞ്ജീവ്: പോലീസിൽ വിവരമറിയിക്കണം. അപ്പോഴേക്കും നാട്ടുകാർ ചിലർ അവരുടെ അടുത്തേക്ക് വന്നു. എന്നാലും ഇത് ആരാണ് കുഞ്ഞേ ഇത്? ഈ കടുങ്കൈ ഇവിടെ കയറി ചെയ്യാൻ മാത്രം? സഞ്ജീവ്: അറിയില്ല ചേട്ടാ, നമുക്ക് പോലീസിൽ വിവരമറിയിക്കാം. നാട്ടുകാരൻ: അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അവർ ഇപ്പോ ഇങ്ങെത്തും. അനൂപ്: സണ്ണിടാ, എണീക്കടാ. എങ്ങനെയോ അപ്പോഴേക്കും സണ്ണിക്ക് ബോധം വീണു. സണ്ണി: എടാ ഞാൻ എവിടെയാ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? എന്താണ് നടന്നത് എന്നറിയാതെ മിഴിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോഴേക്കും പോലീസ് എത്തി. SI രാജ്കുമാർ തന്നെ ആയിരുന്നു വന്നത്. വന്ന പാടെ എല്ലാരെയും ചോദ്യം ചെയ്യുകയും ശവം ഇറക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും അദ്ദേഹം ചെയ്തു. ശവം ഇറക്കാൻ നോക്കിയതിൽ അവർക്ക് ചെറിയ ഒരു പാളിച്ച പറ്റി. ശരിക്കും അത് ഇറക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലായിരുന്നില്ല. എങ്ങനെയോ ഇറക്കാൻ നോക്കി, പക്ഷേ ശവം നേരെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. വല്ലാത്തൊരവസ്ഥയിലായി. ആളെ തിരിച്ചറിയാൻ ഏറെ പണിപ്പെട്ടു. കാരണം മുഖത്തിന്റെ പകുതി ഏതോ വന്യജീവി കടിച്ചെടുത്ത പോലെയായിരുന്നു. ശരിക്കും തലയോട്ടി പുറത്ത് കാണാമായിരുന്നു. ശരീരം മുഴുവനും വന്യജീവികളുടെ ആക്രമണത്തിൽ മുറിവ് പറ്റിയതുപോലെയുള്ള പാടുകൾ കണ്ടിരുന്നു. ഒടുവിൽ ധരിച്ചിരുന്ന വേഷവും അടയാളങ്ങളും വെച്ച് ആളെ മനസ്സിലാക്കിയെടുത്തു. മത്തായച്ചനായിരുന്നു അത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതിന് ശേഷം രാജ്കുമാർ സഞ്ജീവ് അടക്കം 5 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് വേഗം ജീപ്പിൽ കയറിക്കോ. ഇനി ഈ പരിസരത്ത് നിങ്ങൾ നിൽക്കണ്ട, വേഗം കയറിക്കോ എന്ന് നിർദ്ദേശം നൽകി. ഒന്നും മടിച്ചുവെങ്കിലും അവർക്ക് 5 പേർക്കും വേറെ വഴിയില്ലായിരുന്നു. എന്നാലും തങ്ങളെ സ്വന്തം മക്കളെ പോലെ കണ്ടു സ്നേഹിച്ച് ആഹാരം നൽകിയ മനുഷ്യനെ ഓർത്തപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും കരഞ്ഞുകൊണ്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ ജീപ്പിൽ വന്നു കയറി. ഒരു വെക്കേഷന് വന്നിട്ട് തിരികെ പോകുന്ന പോലെ അല്ലായിരുന്നു അവരുടെ ആരുടെയും മനസ്സ്. 2 പോലീസുകാർ അവരുടെ വാഹനങ്ങളും എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോഴേക്കും ബോഡി എടുത്തുകൊണ്ട് ആംബുലൻസ് അടക്കം അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. സ്റ്റേഷനിലെത്തിയ അവരെയെല്ലാം ഒന്നിച്ചു നിർത്തി രാജ്കുമാർ ചോദിച്ചു, എന്താണ് സംഭവിച്ചത് ഇന്നലെ രാത്രി? അവർ എല്ലാവരും തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം രാജ്കുമാർ തുടർന്നു, എന്തായാലും നിങ്ങളാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇവിടെ ഈ പ്രദേശത്ത് ഇതൊന്നും പുത്തരിയുമല്ല. അതുകൊണ്ട് ഞാനൊരു ഓഫർ നിങ്ങൾക്ക് തരാം. എല്ലാവരും മിഴിച്ചു നിന്നു. അയാൾ ആത്മഹത്യ ചെയ്തതാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ ശരിയാക്കിയെടുക്കാം. കേസ് അതോടെ ഒത്തുതീർക്കും. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് 5 ലക്ഷം രൂപ കിട്ടണം. വേറെ വഴിയൊന്നും ഇല്ലാതെയിരുന്ന അവർ ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോഴേക്കും വിവേക് പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. രാജ്കുമാർ: മോനേടാ, നിന്റെ നല്ല പ്രായമാണിത്. ഇപ്പോഴേ കൊലക്കേസിൽ പ്രതിയൊക്കെ ആയാൽ വലിയ ബുദ്ധിമുട്ടാകും ഭാവിയിൽ. അത് നിനക്ക് തന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടെ കേട്ടപ്പോൾ പണം നൽകി കേസിൽ നിന്ന് ഊരാം എന്നവർ ഉറപ്പിച്ചു. അപ്പോൾ തന്നെ ചെക്ക് എഴുതി കൊടുത്തു. രാജ്കുമാർ: ഹാ, മിടുക്കന്മാർ. അപ്പൊ ബുദ്ധിയുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒന്നു മാത്രം. ഇപ്പോ ഈ നിമിഷം ഈ ലൊക്കാലിറ്റിയിൽ നിന്ന് സ്ഥലം വിട്ടോണം. ഈ ഏരിയയിൽ ഇനി നിങ്ങളെ കണ്ടുപോകരുത്. സണ്ണി: കണ്ടാൽ? രാജ്കുമാർ: കണ്ടാൽ എന്തുവാ? ഈ കേസ് നാട്ടുകാരും കൂടെ ചേർന്ന് നിന്റെയൊക്കെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഭാവി അടക്കം പോകുന്നത് നിങ്ങളുടേതായിരിക്കും. എല്ലാവരും അത് കേട്ടുനിന്നു. സഞ്ജീവ് അപ്പോഴും മൗനത്തിലായിരുന്നു. എല്ലാം കഴിഞ്ഞു, ഇനി തിരികെ പോയിക്കോ, വേഗമാവട്ടെ, പോലീസ് ഏമാൻ ഉത്തരവിട്ടു. വണ്ടിയിൽ കയറി വന്ന വഴി അവർ യാത്ര തിരിച്ചു. അപ്പോഴേക്കും മുന്നോട്ടിനി എങ്ങനെയാണെന്ന് ഒരു ചോദ്യം അവർക്ക് മുന്നിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിജയുടെ കാര്യത്തിൽ. ഹൈറേഞ്ച് വഴി 2 വഴികളിലായി അവർ ഇറക്കമിറങ്ങി വന്നു. മനസ്സ് മുഴുവൻ അവിശ്വസനീയമായ കാര്യങ്ങൾ. ഒന്നിനും ഒരർത്ഥം കിട്ടുന്നില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്നായിരുന്നു മുന്നിൽ പോയ ജീപ്പ് കുത്തിച്ചവിട്ടിയത്. പുറകെ ബൈക്കിൽ വന്ന സഞ്ജീവും ഒപ്പമുണ്ടായിരുന്ന വിവേക്കും ബൈക്ക് നിയന്ത്രിക്കാൻ നോക്കി കഴിയാതെ വന്നു വീണു. വിവേക്: എന്താടാ പറ്റിയത്? അനൂപ്: എടാ, ഇവിടെ ഒരാൾ. സണ്ണി: വണ്ടിക്ക് വട്ടം വെച്ചതാ, തട്ടി അപ്പുറത്തേക്ക് വീണു. സഞ്ജീവ്: ഇതൊരു തരത്തിലല്ലല്ലോ ദൈവമേ, ആരാടാ ഇത്? സഞ്ജീവും വിവേക്കും ജീപ്പിന്റെ മുന്നിലേക്ക് ചെന്ന് നോക്കി. അപ്പോഴേക്കും
വണ്ടി തട്ടി വീണ ആൾ എണീറ്റ് കൈകൂപ്പി പറഞ്ഞു, നിങ്ങൾ പോകരുത്. അതൊരു ചെറുപ്പക്കാരനായിരുന്നു. കറുത്ത ഷർട്ടും പാൻറ്റുമാണ് വേഷം. നല്ല മെലിഞ്ഞ പ്രകൃതം, താടിയും മീശയും നല്ല പോലെയുണ്ട്. കണ്ടാലേ അറിയാം ഒരു ആദിവാസി യുവാവായിരുന്നു അത്. സഞ്ജീവ്: ആരാണ് നീ? എന്തിനാ ഈ വണ്ടിയുടെ മുന്നിൽ ചാടിയത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ചിണ്ടൻ, ഇവിടെ കാട്ടിലെ ആദിവാസി ഗ്രാമത്തിലുള്ളതാണ്. സഞ്ജീവ്: നീ എന്തിനാ വണ്ടിയുടെ മുന്നിൽ ചാടിയത്? ചിണ്ടൻ: അത് നിങ്ങളിവിടെ വിട്ട് പോകരുത് എന്ന് പറയാൻ വേണ്ടി ചാടിയതാണ്. എല്ലാവരും അത് കേട്ട് അത്ഭുതപ്പെട്ടു നിന്നു. വിവേക്: നീ കാര്യം പറ, എന്താണെന്ന്? ചിണ്ടൻ: ഇന്ന് നിങ്ങളുടെ ബംഗ്ലാവിൽ മരിച്ച ആളിനെ കൊന്നതാരാണെന്ന് എനിക്കറിയാം. എല്ലാവരും നെറ്റിച്ചുളിച്ച് അവനെ തന്നെ നോക്കി. സഞ്ജീവ്: ആരാണത്? ചിണ്ടൻ: അത് ഷേർഖാനാണ്. അയാൾ അറിയാതെ ഈ കാടിന്റെ ഉള്ളിൽ ഒന്നും നടക്കില്ല. സണ്ണി: എടേ പൊന്നണിയ, നമിച്ചു നിന്നെ. വോൾഗാവില്ല, ഷേർഖാൻ, പ്രേതം, കടുവ, പോലീസുകാര്, ഇപ്പൊ നീ, എല്ലാം കൊണ്ടും ജീവിതം മൊത്തം മടുത്തിരിക്കാണ്. ഒന്ന് ശല്യപ്പെടുത്താതെ പോയെത്തരാവോ? ചിണ്ടൻ: സാറേ, അതല്ല, ഞാൻ നോക്കിയിട്ട് എനിക്കിത് നിങ്ങളോട് മാത്രമേ പറയാൻ കഴിയൂ. ഷേർഖാൻ, അവൻ കാരണം സ്വന്തം കുടുംബവും നഷ്ടമായവനാണ് ഞാൻ. എന്റെ കുഞ്ഞു പെങ്ങളെപ്പോലും അവൻ വെറുതെ വിട്ടില്ല. അവന്റെ കീഴിൽ ഞാൻ ജോലി നോക്കിയിരുന്നു കഴിഞ്ഞ 3 കൊല്ലം. അവന്റെ സകല കൊള്ളരുതായ്മകൾക്കും ഞാൻ കൂട്ടുനിന്നു. ഒടുവിൽ എന്റെ പെങ്ങളെപ്പോലും അവൻ വെറുതെ വിട്ടില്ല. ഇന്നും അവന്റെ താവളത്തിൽ കുറേ പെൺകുട്ടികൾ അകപ്പെട്ട് കിടപ്പുണ്ട്. ഞാൻ ഒരിക്കൽ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അതോടെ എന്റെ ഈ കാല് കണ്ടോ നിങ്ങൾ? വലതുകാൽ. ഇത് അവന്റെ കൂട്ടാളികൾ അടിച്ചൊടിച്ചു. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു. പട്ടണത്തിൽ നിന്ന് വരുന്നവരുടെ പണവും ആഭരണവും തട്ടിയെടുത്ത് അവരെ വകവരുത്തി പോകുന്ന ഒരു വലിയ സംഘം തന്നെ അവന്റെ കൂടെയുണ്ട്. അവർക്ക് സന്തോഷത്തിനായി ഉൾവനത്തിൽ അവന് കഞ്ചാവ് കൃഷിയും, പോരാഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നവരുടെ ഒപ്പം പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെയും തട്ടിക്കൊണ്ടുപോയി കാഴ്ചവെക്കുന്നത് പതിവാണ്. എന്റെ പെങ്ങളടക്കം ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് അവന്റെ താവളത്തിൽ അടിമകളായുണ്ട്. ഇത്രയും കേട്ടപ്പോൾ വിജയ് സഞ്ജീവിന്റെ മുഖത്തേക്ക് നോക്കി. സഞ്ജീവ് ചിണ്ടനോട് പറഞ്ഞു, എടാ, ഞങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? നീ ഇതൊക്കെ പോലീസുകാർക്ക് മുന്നിൽ ഹാജരായി പറഞ്ഞുകൂടെ? ചിണ്ടൻ: സാറേ, ആ പോലീസുകാർ പോലും അവന്റെ അനുയായികളാണ്. അഥവാ അല്ലെങ്കിൽ തന്നെ മേലിടത്തിലിരുന്ന് ഇവരെ ചലിപ്പിക്കുന്ന മേലാളന്മാരുണ്ട്. അവരുള്ളപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചിണ്ടന്റെ ഈ വാക്കുകളിൽ ഒരു സത്യമുള്ളതായി അവർക്ക് തോന്നി. സണ്ണിക്കൊഴിച്ച്: സണ്ണി, ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അടിച്ചു പൊളിക്കാനെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് ഒരുമാതിരി ഊളവേല കാണിക്കരുത്. സർവരെയും രക്ഷിക്കാൻ നമ്മളാരാണ്? ശക്തിമാനല്ലല്ലോ. ഉള്ള നേരം കൊണ്ട്, കിട്ടിയ ജീവനം കൊണ്ട് വീട് പിടിക്കാൻ നോക്കാം. വിജയ്: ഞാൻ എന്തായാലും തീരുമാനിച്ചു. ചിണ്ടന്റെ ഒപ്പം ഞാനുണ്ടാവും. സഞ്ജീവ്: എനിക്കും അക്കാര്യത്തിൽ എതിർപ്പില്ല. നമ്മളുടെ ജീവിതം കൊണ്ട് കുറെ പെൺകുട്ടികൾ മോചിതരാകുമെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? അനൂപ്: ഞാനുമുണ്ടൊപ്പം. വിവേക്: ഞാനും. സണ്ണി: ഞാനെങ്ങുമില്ല. ഈ കാട്ടറബികളുടെ വാക്കം കേട്ട് കാട്ടിൽ കയറി ചെന്നിട്ട് കണ്ടവന്റെ അടിമേടിക്കാൻ. നല്ല അടി നാട്ടിൽ കിട്ടും. വിവേക്: എടാ തല്ലുകൊള്ളി, ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു അവസരം വന്നാൽ അതിനെ പാഴാക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. സണ്ണി: പോടാ കോപ്പേ, ഈ സണ്ണിക്ക് ആരും വേണ്ടടാ. ജനിച്ചതും ഒറ്റയ്ക്ക്, ജീവിക്കുന്നതും ഒറ്റയ്ക്ക്. ഞാൻ പോകേണ്. മാറിക്കേ, എന്റെ ബാഗിങ് എടുക്കട്ടെ. സണ്ണി: യോ, കുറെ ഗാന്ധികൾ ഇറങ്ങിയേക്കുന്നു. പോടാ, ചെന്ന് കയറിക്കൊടുക്ക്. അവന്മാർ നിന്റെയൊക്കെ കുണ്ടിക്ക് വെടിവെക്കുമ്പോ നീയൊക്കെ പഠിക്കും എന്ന് പറഞ്ഞ് ബാഗ് എടുത്തുകൊണ്ട് നടന്നകലാൻ ശ്രമിച്ചപ്പോൾ ദൂരെ മുന്നിലായി ചെന്നായിയുടെ ഓരിയിടൽ കേട്ടു. സണ്ണി പേടികൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരും സണ്ണിയെ തന്നെ നോക്കുന്നു എന്ന് മനസ്സിലാക്കിയ സണ്ണി ഒന്നുകൂടെ നടന്നു മുന്നോട്ട്. അപ്പോഴും ഓരിയിടൽ കേട്ടു. ദേഷ്യവും സങ്കടവും അടക്കാൻ വയ്യാതെ സണ്ണി തിരികെ ജീപ്പിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനങ്ങും പോണില്ല. ഡാ കള്ള പുല്ലുകളെ, എന്റെ അന്ത്യം ഇവിടത്തെ കാട്ടുകൊള്ളക്കാരുടെ കയ്യിലാണെന്ന് ഉറപ്പായി. എല്ലാവരും സണ്ണിയുടെ ആ വരവ് കണ്ട് ചിരിച്ചു. സഞ്ജീവ്: ചിണ്ട, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ? ചിണ്ടൻ: എല്ലാം ഞാൻ പറഞ്ഞുതരാം. കാട്ടിൽ കയറി അവരോട് യുദ്ധം ചെയ്യാൻ കയ്യൂക്ക് മാത്രം പോരാ. കാടറിയണം, ദിശയറിയണം, ക്ഷമയോടെ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടാവണം. സണ്ണി: അതെ, സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. അനൂപ്: എടേ, ഒന്ന് നിർത്തടേ അവന്റെ സിനിമാ ഡയലോഗ്. സണ്ണി: എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ, പറ്റുമെങ്കിൽ സഹിച്ചാ മതി. സഞ്ജീവ്:
ഹാ വഴക്ക് നിർത്തിക്കേ. ചിണ്ട വാ, നമുക്ക് പോകാം. നീ എന്റെ കൂടെ ബൈക്കിൽ കയറിക്കോ. വിവേക്: എടേ സണ്ണിച്ച, നിന്റെ ഈ പിച്ചക്കാരന്റെ ഭാണ്ഡമെടുത്ത് മാറ്റിക്കേ, എനിക്ക് ഇരിക്കണം. ജീപ്പിൽ കയറി ഇരുന്നു കൊണ്ട് വിവേക് പറഞ്ഞു. സണ്ണി: ഓടേ, നിനക്കിരിക്കാൻ ഞാൻ ഇനി 2 ഏക്കർ സ്ഥലം കൂടി വാങ്ങിക്കാം. മിണ്ടാണ്ട് കയറി ഇരുന്ന് വാടാ കോപ്പേ. ഒരു സേതുരാമയ്യർ വന്നിരിക്കുന്നു കേസ് കണ്ടുപിടിക്കാൻ. വിവേക്: അയ്യടി, അവക്ക് കട്ട വേവ്. സണ്ണി: കോപ്പാണ്. അങ്ങനെ ചിണ്ടനെയും കൂട്ടി ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള യാത്ര അവർ തുടങ്ങി. ജീപ്പ് നേരെ കൊടികുത്തി മലയിലാണ് പോയത്. അവിടെ ചെന്ന് ചായ കുടിക്കുവാൻ വണ്ടി നിർത്തി എല്ലാവരും ഇറങ്ങി. സഞ്ജീവ് ചിണ്ടൻ പറഞ്ഞത് കേട്ട് ഒപ്പം കൂടി. എങ്കിലും ഉള്ളിൽ ആ കേട്ട കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ടേയിരുന്നു. കൊടികുത്തി മലയിലേക്ക് പോകുന്ന വഴി ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 4 മണിയോടെ അവർ ഒരു കുന്നിന്റെ ചെരുവിലായി എത്തി. അവിടെ നല്ല വൃത്തിയുള്ള ഒരു കുടിലുണ്ടായിരുന്നു. നല്ല പനയോല മേഞ്ഞ മേൽക്കൂര. കുടിലിന്റെ മുൻഭാഗത്തുള്ള മുറ്റം വളരെ വീതിയേറിയതായിരുന്നു. കൂടാതെ നല്ല വൃത്തിയുള്ളതും അധികം മണ്ണും പൊടിയും ഒന്നുമില്ല ഒരു പാറയായിരുന്നു അത്. വന്നപാടെ കുടിലിന്റെ ഉള്ളിൽ പോലും കയറാതെ സണ്ണി ആ മുറ്റത്തെ തണലിൽ വന്നിരുന്നു. ഹായ്, എന്തു സുഖം. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ടായിരുന്നു അപ്പോൾ. ചിണ്ടൻ പറഞ്ഞു, സാറേ വാ, അകത്തേക്ക് കയറിയിരിക്കാം. സണ്ണി: എന്റെ പൊന്നോ വേണ്ട, ഇത്രയും വരെ കൊണ്ട് എത്തിച്ചില്ലേ, അത് തന്നെ ധാരാളം. അനൂപ്: ഓ ചുമ്മാ ഇരിയടാ, ഇപ്പൊ വേണ്ട ചിണ്ട, പിന്നെ ആകട്ടെ, ഇവിടെ നല്ല രസമുണ്ട് ഇരിക്കാൻ. സഞ്ജീവ്: ഇവിടെ ഇരുന്ന് രസവും പപ്പടവും കൂട്ടി ചോറുണ്ണാൻ വന്നതല്ല നമ്മൾ. ചിണ്ട വാ, ഇരിക്ക്. ഇനി പറയ്, ശരിക്കും ആരാണ് ഈ ഷേർഖാൻ? ചിണ്ടൻ: പണക്കാരനായ ഏതോ വലിയ വ്യവസായിയുടെ മകനായിരുന്നു. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. രണ്ടാനച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ചു ഈ കാട്ടിൽ ഉപേക്ഷിച്ചു. ഈ കാട് തന്നെ ആയിരുന്നു പിന്നീട് അയാളുടെ ലോകം. ഇന്നും എനിക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളുമുണ്ട് ഈ കാട്ടിൽ. അതെല്ലാം അയാൾക്ക് മനഃപ്പാഠമാണ്. സണ്ണി: അപ്പോ കേട്ടറിവിനേക്കാളും വലുതാണ് ഷേർഖാൻ എന്ന സത്യം അല്ലേ? വിവേക്: ഓ എന്ത് ഡയലോഗാടാ ഇത്. അവൻ സ്വയം അങ്ങ് ചളിവാരി അങ്ങ് തേക്കുക. സണ്ണി: ഓടെ, നീയത് കഴുകാൻ സോപ്പും പൊടിയും കൊണ്ട് വരണ്ട. വിവേക്: പോടാവില്ല എണീറ്റ്. സണ്ണി: ദേ ഉണ്ടല്ലോ പന്ന കാട്ടുമക്കാൻ പയലേ. സഞ്ജീവ്: ഒന്ന് നിർത്തുന്നുണ്ടോ? ആരേലും എന്തേലും കാര്യമായിട്ട് പറയുമ്പോ കുറെ ഡയലോഗടി. വിവേക്: സോറി ബ്രോ. സണ്ണി: നമ്മളില്ലേ. സഞ്ജീവ്: ആ ചിണ്ട, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ചിണ്ടൻ തുടർന്നു. അങ്ങനെ ചെറുപ്രായം മുതലേ കാട്ടിൽ വന്നു പെട്ട അയാൾ കാടിന്റെ സ്വന്തം ദത്തുപുത്രനായി മാറി. പക്ഷേ അയാളുടെ മനസ്സ് വന്യമൃഗത്തിന് തുല്യമായിരുന്നു. തെറ്റു ചെയ്തു കൂട്ടി ഒരുപാട്. മരം മുറിച്ചു കടത്താൻ ശ്രമിക്കവേ അന്നത്തെ ഫോറസ്റ്റ് ഓഫീസർ പിടികൂടി. കൂടെയുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. അയാൾ മാത്രം ഓടിയില്ല. ആരാ എന്താന്ന് ചോദിക്കുന്ന ഗ്യാപ്പിൽ തന്നെ ഫോറസ്റ്റ് ഓഫീസറിനെ മൃഗീയമായി വകവരുത്തി. 2 കൈയും കാലും മുറിച്ചു മാറ്റി വിവസ്ത്രനാക്കി പുറത്തെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ ശരീരത്തിൽ 100 മുകളിൽ മുറിവുകൾ ഏൽപ്പിച്ച് ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിലുള്ള ആർച്ചിൽ കെട്ടിത്തൂക്കി. അതായിരുന്നു അയാളുടെ തുടക്കം. പിന്നെ വന്നിട്ടുള്ളത് ആരായാലും അതെ, അയാളോട് ഉടക്കടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നു കാട്ടിൽ കളയും. പിന്നെ അയാൾക്ക് പെണ്ണെന്ന് വെച്ചാൽ വല്ലാത്ത ആവേശമാണ്. അതിനും കാരണമുണ്ട്. കൊലകളുടെ കാര്യം പറഞ്ഞാൽ അന്നു മുതൽ ഇന്നുവരെ ഈ കാടിന്റെ ഉള്ളിൽ വെച്ച് അവൻ 100 കണക്കിന് ആളുകളെ വകവരുത്തിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാട്ടുമൂപ്പന്റെ മകളോട് ഇഷ്ടം പ്രകടിപ്പിച്ചു. അവൾ വിസമ്മതിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു ദിവസം അവളെ കാണാതെ 7-ാം പക്കം കിട്ടി. ഉടുതുണി പോലും ഇല്ലാതെ ജീർണിച്ച നിലയിൽ. എന്റെ പെങ്ങളെ പോലും അവൻ അങ്ങനെയാണ് ചെയ്തത് എന്നു പറഞ്ഞുകൊണ്ട് ചിണ്ടൻ പൊട്ടിക്കരഞ്ഞു. സഞ്ജീവ്: ഹേയ് പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്ക് അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാം. സണ്ണി: മച്ചാനെ, നിങ്ങൾ കരയാതിരിക്കെ, നമ്മ ഉണ്ട് കൂടെ. ഒരു വഴിക്ക് നമുക്ക് സെറ്റാക്കാം. അനൂപ്: ഇതൊക്കെ കാര്യമായിട്ടാണോടെ സണ്ണി? സണ്ണി: എടാ, സ്വന്തം പെങ്ങളില്ല, പക്ഷെ എനിക്കതിന്റെ വിലയറിയാം. അതുകൊണ്ട് തന്നെ ആ ഷേർഖാൻ തണ്ടിയുടെ അന്ത്യകുദാശയ്ക്ക് വേണ്ടി വിളക്ക് പിടിക്കാൻ ഞാനും ഉണ്ടടാ ഉവ്വേ ഒപ്പം. വിവേക്: അത് മതിയേ, ഞാനുമുണ്ട്. വിജയ്: ഞാൻ എന്തായാലും ഉണ്ട്, എനിക്ക് കാണണം അവനെ. സഞ്ജീവ്: ഞങ്ങളെല്ലാം ഉണ്ട് കൂടെ. ഇനി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയ്. ചിണ്ടൻ: നിങ്ങൾ കരുതും പോലെ നിസ്സാരക്കാരനല്ല അവൻ. നിങ്ങൾ കരുതും കാടിന്റെ രാജാവാകുമ്പോൾ നിറയെ പടയാളികൾ അവനൊപ്പമുണ്ടെന്ന്. ഒരിക്കലുമില്ല. അവൻ ഒറ്റയ്ക്കാണ്. ഞാൻ കൂടെ പോയത് കാട്ടുമൃഗത്തിനെ വേട്ടയാടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അത് വെറും ഒരു വേട്ടയല്ല.
അവന്റെ കഞ്ചാവ് കൃഷിയുണ്ട്. അതിനെ കടത്താനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനാണ് അവൻ വേട്ട എന്ന് പറഞ്ഞ് പോകുന്നത്. അത് മനസ്സിലാക്കി ഞാൻ ഇനി ഇല്ല ഒപ്പം എന്ന് പറഞ്ഞ് അതാണ് എന്നെയും എന്റെ കുടുംബത്തിന്റെയും കഥ കഴിക്കാൻ അവൻ തയ്യാറായത്. സഞ്ജീവ്: ഞാനൊന്ന് ചോദിക്കട്ടെ? ചിണ്ടൻ: സാറ് പറയ്. സഞ്ജീവ്: അവന്റെ കഞ്ചാവ് കൃഷി നടത്തുന്ന സ്ഥലം എവിടെയാ? ചിണ്ടൻ: അതങ്ങ് ഉൾക്കാട്ടിലാണ്. സഞ്ജീവ്: നമുക്ക് പോകാൻ പറ്റുമോ അവിടെ വരെ? സണ്ണി: ഞാൻ ദേ റെഡി. ആരൊക്കെ വരുന്നുണ്ട്? അനൂപ്: എന്തിന്? സണ്ണി: കഞ്ചാവ് തോട്ടത്തിൽ എന്തിനാ പോകുന്നേ? ചായ കുടിക്കാനാണോ? സഞ്ജീവ്: അല്ല, ഒക്കെ തീയിട്ട് നശിപ്പിക്കാൻ. ചിണ്ടൻ: അയ്യോ സാറേ, അത് വേണോ? ആ സ്ഥലം ഇച്ചിരി പിശകാണ്. സഞ്ജീവ്: എന്താ, കാവൽക്കാരുണ്ടോ? ചിണ്ടൻ: ഇല്ല, മനുഷ്യവാസം തീരെയില്ലാത്ത ഉൾക്കാടാണവിടെ. നമ്മൾ എത്തിച്ചേരണമെങ്കിൽ 7-8 മണിക്കൂർ പിടിക്കും. അതുമല്ല, വണ്ടിയൊന്നും പോകില്ല, നടന്നു പോണം. സഞ്ജീവ്: നാളെ വെളുപ്പിന് തന്നെ പോകാം. എന്തുവാടേ, എല്ലാവരും ഓക്കെ അല്ലേ? ബാക്കി 4 പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ചിണ്ടൻ: നമ്മളെപ്പോലെയല്ല അവൻ. ഒരു അനക്കം തട്ടിയാൽ അവിടേക്ക് പറന്നു വരും. പിന്നെ അവന് ദ്രോഹം ചെയ്തത് നമ്മളാണെന്ന് മനസ്സിലായാൽ നമ്മളെ വകവരുത്താനും മടിക്കില്ല. സണ്ണി: അണ്ണാ, ഒന്ന് നിർത്തിക്കേ. കുറെ നേരമായല്ലോ അവനെ അങ്ങ് പൊക്കിയടിക്കുന്നു. അവനും നമ്മളെപ്പോലെ കയ്യും കാലുമുള്ള ജീവി തന്നെയാണല്ലോ, അല്ലാതെ സ്പെഷ്യലായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ കാട്ടിൽ കിടന്ന് മരം കയറി വളർന്നതുകൊണ്ട് നല്ല മെയ്വഴക്കം കാണും. അത്രയൊക്കെ ഡെക്കറേഷൻ മതി. അവൻ ആനയാണ്, ചേനയാണ് എന്നാ കേട്ടോ. കോളേജിൽ ആയിരക്കണക്കിന് KSU പിള്ളേർ മുന്നോട്ട് വന്ന് അടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെയൊക്കെ നെഞ്ചത്ത് ചവിട്ടി വാള് വെച്ച് പറഞ്ഞിട്ടുണ്ട്, മാറി നിൽക്കടാ എന്ന്. പോരാഞ്ഞിട്ട് 100-ന് മുകളിൽ സ്പീഡിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് കേരള പോലീസിന്റെ മുമ്പില് ബൈക്ക് കൊണ്ടുപോയി ഷോ കാണിച്ചിട്ടുണ്ട്. ബീവറേജിൽ കയറി തല്ലുണ്ടാക്കി കുപ്പി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചെയ്തതൊക്കെ പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരില്ല. അതുകൊണ്ട് ഈ കാട്ടറബിയായ ആ ഷേർഖാനെ മാത്രം അങ്ങ് പൊക്കി അടിക്കല്ലേ. മുറിവേറ്റ ഞങ്ങൾ സിംഹങ്ങളുടെ ശ്വാസവും ഗർജനത്തേക്കാൾ ഭയങ്കര ഒരു സംഭവമായിരുന്നു അല്ലടാവേ. അനൂപ്: എടാ, അവൻ KGF കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൻ ആവേശം കീറും. നീ എന്തൊരു ദുരന്തനാണടേ. അടിക്കാൻ വന്ന KSU പിള്ളേരുടെ മുമ്പിൽ വെള്ളമടിച്ച് ബോധം പോയി നിന്ന നീ വാള് വെച്ച് അത് ദേഹത്ത് വീഴാതിരിക്കാൻ പിള്ളേർ നിന്നെ ഒന്നും ചെയ്തില്ല. ഇതല്ലേ സത്യം? പിന്നെ പോലീസ് ഓർമ്മയുണ്ടോ, രാത്രി ബീച്ച് റോഡിൽ കൂടി ബൈക്ക് റേസ് എന്ന പേരിൽ പൊളപ്പ് കാണിച്ച് 2 ദിവസം നിക്കറിലിരുന്നത്? ബീവറേജിൽ പോയി കുപ്പി മാറി എടുത്തുകൊണ്ട് വന്നിട്ട് എന്തൊരു ഷോ ഡയലോഗ്. സണ്ണി പതുക്കെ പറഞ്ഞു, മിണ്ടാണ്ടിരിയട തെണ്ടി. എന്തെങ്കിലുമൊക്കെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ ഇവന് നമ്മളെ ഒരു വില കാണില്ല. കളിക്കാൻ പോകും മുന്നേ കളിക്കാൻ അറിഞ്ഞൂടാ എന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ, നാട്ടുകാരെ കൂടെ വിളിച്ചറിയിക്കണോ? ചിണ്ടൻ: എന്നതാ സാറേ? സണ്ണി: ഏയ്, കുറെ നാളായി ഈ പിള്ളേരെയും കൊണ്ടൊന്ന് മേയാൻ ഇറങ്ങിയിട്ട്. നാളെ രാവിലെയല്ലേ പോകുന്നത്? ആ, കുറെ നാളായി കരളിയൊക്കെ കാണിച്ചിട്ട്. അനൂപ്: കരളി അല്ലടേ, കളരി. സണ്ണി: എന്തായാലും കാണിച്ചാൽ പോരെ, കുറ്റം മാത്രം കണ്ടുപിടിക്കാതെ പോയി എന്തെങ്കിലും സ്വയം ചെയ്യാൻ നോക്കട കോപ്പേ. സഞ്ജീവ്: ഈ കാട്ടിൽ എവിടെയാണ് അവന്റെ കൃത്യമായ താമസം? ചിണ്ടൻ: വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറെ കൂടി ഉള്ളിലേക്ക് പോയാൽ ആളുകേറാമല എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് അവന്റെ കോട്ട. അവൻ ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ടുവരുന്ന സർവ്വതും ആ കോട്ടയുടെ ഉള്ളിൽ കാണും. അതിനി പെണ്ണു മുതൽ സ്വർണം വരെ ആയാലും അവിടെയുണ്ട്. ഞാൻ പോയിട്ടുണ്ട് പലതവണ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. അവിടേക്ക് പോകുന്ന വഴി വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ വളരെ വല്ലാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളും വലിയ വിഷം കൂടിയ ചിലന്തി, തേളൊക്കെ ഉണ്ട് വഴിയിൽ. സണ്ണി: അതിപ്പോ കേരള മുഖ്യമന്ത്രിയെ കാണാൻ പോയാലും കാണും വഴിയിൽ കുറെ എണ്ണം, കാക്കിയും വെള്ളയും ഇട്ട് കുറെ ജന്തുക്കൾ. എന്നിട്ടും കാണണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കയറി കാണും, പിന്നല്ല. വിവേക്: സഞ്ജീവ് ചേട്ടാ, ശരിക്കും ആദ്യം എന്താ പ്ലാൻ? വിജയ്: നമുക്ക് നേരെ അവന്റെ കോട്ടയിൽ പോയാലോ? സഞ്ജീവ്: അത് മണ്ടത്തരമാണ്. ആദ്യം അവന്റെ കഞ്ചാവ് കൃഷി മൊത്തം നശിപ്പിക്കാം. അപ്പോൾ അവന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും. ആ നേരം നോക്കി നമുക്ക് കോട്ടയിൽ പോകാം. വിജയ്: ശരി ചേട്ടാ. സണ്ണി: എക്സ്ക്യൂസ് മീ മിസ്റ്റർ ചിണ്ടു, അതായത് ഈ വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത അവസ്ഥ. അതിനിപ്പോ എന്താ പറയുക? ഈ ആഹാരം കഴിക്കാനുള്ള ഒരുതരം വികാരം. എന്താ അത്? ചിണ്ടൻ: വിശക്കുന്നുണ്ടോ സാറേ? സണ്ണി: യെസ് ഓഫ് കോഴ്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. കുറച്ച് പഴങ്കഞ്ഞി ആയാലും മതി, വിത്ത് 2 ചുട്ടമുളക് ആൾസോ. അനൂപ്:
അയ്യേ എച്ച് കേസ്. വിശന്ന് പണ്ടാരടങ്ങിയാലും അവന്റെ മുറി ഇംഗ്ലീഷിന് കുറവില്ല. ക്നാപ്പൻ. സണ്ണി: എടാ മലമുകളിൽ മാധവന്റെ മോനെ, നീ വിശന്നാൽ ഇരക്കും. നിന്നെപ്പോലെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ഇല്ലാത്തവനാണോ ഞാൻ? എനിക്ക് എൻ്റെ ഒരു സ്റ്റൈലുണ്ട്. അനൂപ്: തെണ്ടാനും സ്റ്റൈല്. അണ്ണാ എന്തെങ്കിലും എടുത്ത് കൊടുക്ക്. ചിണ്ടൻ: സാറേ, ഞാൻ കപ്പയും പുഴുങ്ങി മീനും ചുട്ട് തരട്ടെ? സണ്ണി: മീൻ കറി കിട്ടുമോ? ചിണ്ടൻ: അതും ഞാൻ ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ചിണ്ടൻ അകത്തേക്ക് കയറിപ്പോയി. കപ്പയും മീനും തിന്നാൻ സണ്ണി റെഡിയായിരുന്നു. അനൂപ്: തിന്നാൻ കിട്ടിയാൽ പിന്നെ ഒന്നും വേണ്ട അല്ലടാ സണ്ണി നിനക്ക്? സണ്ണി: അതേടാ, ഒന്നും വേണ്ട, അതിങ്ങ് വരട്ടെ. ഒരു കഷ്ണം പോലും നിനക്ക് കിട്ടില്ല. അപ്പോഴേക്കും ചിണ്ടൻ അകത്തുനിന്ന് പുറത്തേക്ക് നോക്കി കയ്യിലൊരു വലയും കത്തിയുമുണ്ട്. സണ്ണി: അണ്ണാ കപ്പയും മീനും എവിടെ? ചിണ്ടൻ: ഞാൻ ചെന്ന് കപ്പയും എടുത്ത് മീനും പിടിച്ചിട്ട് വരാം. അനൂപ് പൊട്ടിച്ചിരിച്ചു, ഒപ്പം മറ്റുള്ളവരും. സണ്ണി: ഇത് മറ്റേടത്തെ ചെയ്ത്തായിപ്പോയി. അപ്പൊ ഇവിടെ ഒന്നും ഇരിപ്പില്ലേ? ചിണ്ടൻ: ഇല്ല സാറേ, ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂ. എന്തേലും വെച്ചുണ്ടാക്കി വെക്കാറില്ല, കാരണം ഇവിടെ ആരും ഇല്ലല്ലോ. സണ്ണി: അപ്പൊ അരിയും മണ്ണെണ്ണയും 3G. ചിണ്ടൻ: ഞാൻ പോയിട്ട് വേഗം വരാൻ സാറേ, ഇവിടെ ഇരിക്കുക എല്ലാവരും. സഞ്ജീവ്: ആ ശരി, പോയിട്ട് വന്നോളൂ. ചിണ്ടൻ പോയി. സഞ്ജീവ്: വിജയ്, എടാ കുറച്ച് കാര്യങ്ങൾ സംഘടിപ്പിച്ചെടുക്കാനുണ്ട്. വിവേകും നീയും കൂടെ ഒന്ന് പുറത്ത് പോകേണ്ടി വരും. സണ്ണി: ആ കുപ്പിയെടുക്കുന്ന കാര്യമല്ലേ? അനൂപ്: തീറ്റയും കുടിയും മാത്രമേ ഓർമ്മയുള്ളൂ, ശവം. സണ്ണി: പിന്നെ തിന്നണ്ടേ കുടിക്കണ്ടേ? ഇങ്ങനെ ഇരുന്ന് തപസ് ചെയ്യാം ഞാൻ ഇനി. സഞ്ജീവ്: ഞാൻ കുറച്ച് കാര്യം നിങ്ങളോട് പറയാം, അതൊന്ന് ശരിയാക്കണം എങ്ങനെയെങ്കിലും. വിജയ്: എന്തുവാ ചേട്ടായി, പറയ്. സഞ്ജീവ്: കുറച്ച് ബോംബ് തരപ്പെടുത്താൻ പറ്റുമോ? സണ്ണി: ബോംബോ? വിജയ്: എന്തിനാ ചേട്ടായി അത്? സഞ്ജീവ്: നാളെ അവന്റെ കഞ്ചാവ് പാടം മൊത്തം എരിച്ചു ചാമ്പലാക്കണം. വിജയ്: സംഘടിപ്പിക്കാം. സഞ്ജീവ്: പിന്നെ യാത്രയ്ക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങണം. വിവേക്: അത് ഞങ്ങളേറ്റ്. സണ്ണി: കുപ്പിയും എടുക്കണം. പൈസ ഇവന്റേന്ന് മേടിച്ചോ? വിജയെ ചൂണ്ടി സണ്ണി പറഞ്ഞു. വിവേക്: അയ്യടാ. വിജയ്: വാങ്ങിച്ചു തരാം പോരെ? സഞ്ജീവ്: എന്നാൽ നിങ്ങൾ പുറപ്പെട്ടോ, ഇപ്പൊ തന്നെ കുറച്ച് പെട്രോൾ കൂടി വാങ്ങണം. വിജയ്: ഏറ്റവും ഞാൻ എന്റെ അമ്മാവനെ വിളിച്ചു പറയാം, പുള്ളി ഇവിടെ എത്തിക്കും. എന്തായാലും ഞാനും വിവേകും കൂടി പോയിട്ട് വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ ടൗണിലേക്ക് യാത്ര തിരിച്ചു. സഞ്ജീവ്: കഴിവതും വേഗം വരാൻ ശ്രമിക്കണം. വിജയ്: ശരി ചേട്ടായി. അങ്ങനെ ഷേർഖാന്റെ സാമ്രാജ്യം തകർക്കാനുള്ള നടപടികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ അവരുടെ പ്ലാനിങ് തുടങ്ങി.